അതെങ്കിലും നൽകണം. ഇവിടെ 2 മാസം കഴിഞ്ഞു. ഇത് കേരളത്തിലെ ഭക്ഷ്യവകുപ്പിനോട് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമില്ല. കേരളത്തിലെ ഭക്ഷ്യവകുപ്പ് അതിന്റെ മുമ്പത്തെ മാസം 8-ാം തീയതി നമ്മുടെ സെപ്റ്റംബർ മാസത്തെ വേതനത്തിന് വേണ്ടി ഫയല് ധനവകുപ്പിലേക്ക് അയച്ചു. കഴിഞ്ഞ മാസത്തെ വേതനത്തിന് വേണ്ടി ഈ മാസം 9-ാം തീയതി ധനവകുപ്പിലേക്ക് അയച്ചു. ധനവകുപ്പിൽ കയറി ഇറങ്ങുന്ന പണി അപ്പം ഞങ്ങൾക്കുള്ളത്. അവിടെ കയറി ഇറങ്ങുക. ഇത് റേഷൻ വ്യാപാരി പണിയെടുത്ത കൂലിക്ക് വേണ്ടി ഇറക്കേണ്ട ഗതികേട്, അങ്ങനെ അറിയാം, നാടൻ ഭാഷയെ പറയാൻ. അവിടെയാണ് റേഷൻ വ്യാപാരികളുള്ളത്. കേരളത്തിലെ ഇത്രത്തോളം വിഷം അനുഭവിക്കുന്ന ഭക്ഷ്യവകുപ്പിനെയോ ഈ കാര്യത്തിൽ ഭക്ഷ്യവകുപ്പിനോട് ഞങ്ങൾക്ക് യാതൊരു വെറുപ്പില്ല. ധനവകുപ്പ് എന്തുകൊണ്ടാണ് ഈ മേഖലയെ അവഗണിക്കുന്നത്? ധനകാര്യമന്ത്രി പറയണം. ഈ വിഷയത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ കാരണം? മാസത്തിൽ സമരം ചെയ്യുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട്. എല്ലാ മാസവും സമരം ചെയ്യുന്ന ഒരു കൂട്ടർ കേരളത്തിലുണ്ട്. അതാരാ? കരാറുകാരാ. അവർക്ക് പൈസ കിട്ടാൻ എല്ലാ മാസവും സമരം ചെയ്യും. ഈ മാസം 16-ാം തീയതി വരെ സമരം ചെയ്തു. ഒരു കാര്യം പറയാം, നാളെ പാലക്കാട് ഇലക്ഷൻ നടക്കുന്നു. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഞങ്ങൾ എന്തിനു സമരം ചെയ്യുന്നു ആ ചോദ്യം. 16 ദിവസം ഇവിടെ കേരളത്തിലെ കരാറുകാരൻ സമരം ചെയ്തപ്പോ ആർക്കും ഒരു ഇലക്ഷൻ ഇല്ലായിരുന്നു. അത് തീർത്തത് മെഞ്ഞാന്നല്ലേ ആ വിഷയം